ഏപ്രിൽ 3 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ റിച്ചാർഡ്, വിശുദ്ധ അഗാപ്പെ, വിശുദ്ധ ആറ്റില. വിശുദ്ധ റിച്ചാർഡ് 1197 1253 കാലഘട്ടത്തിലാണ് വിശുദ്ധ റിച്ചാർഡ് ജീവിച്ചിരുന്നത്. 1253 ഡോവറിൽ വെച്ച് അന്തരിച്ച വിശുദ്ധ റിച്ചാർഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ ചാൻസലറും ചിച്ചസ്റ്ററിലെ മെത്രാനുമായിരുന്നു. ഉൾസെറ്ററിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ വിച്ചെന്ന പ്രദേശത്താണ് അദ്ദേഹത്തിന്റെ ജനനം. ബാല്യത്തിൽ ലൗകിക ആനന്ദങ്ങൾ അദ്ദേഹത്തെ ഒട്ടും വശീകരിച്ചില്ല. പ്രത്യുത പഠനവും പുണ്യാഭ്യാസനവുമായിരുന്നു അദ്ദേഹത്തിന്റെ അഭിനിവേശം. മൂത്ത ജ്യേഷ്ഠന് പ്രത്യേക സഹായം ആവശ്യമാണെന്നത് കണ്ട് ഒരു ബ്രത്തിനെ പോലെ സഹോദരന്റെ പ്രശ്നം അവസാനിക്കുന്നതുവരെ അധ്വാനിച്ചു. പിന്നീട് പാരീസിലും ബൊളോഞ്ഞയിലും ഓക്സ്ഫോർഡിലും പഠിച്ചു. അവസാനം റിച്ചാർഡ് ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ചാൻസലറായി. പിന്നീട് കാൻറ്റർബറി ആർച്ച് ബിഷപ്പ് വിശുദ്ധ എഡ്മണ്ടിന്റെ ചാൻസലറുമായി. 1244 റിച്ചാർഡ് ചിച്ചസ്റ്ററിലെ മെത്രാനായത്. അന്നത്തെ ഇംഗ്ലീഷ് രാജാവ് ഹെൻറി തൃതീയൻ രൂപതയുടെ വസ്തുക്കൾ 2 കൊല്ലത്തോളം മെത്രാനെ ഏൽപ്പിച്ചില്ല. അതിനാൽ ബിഷപ്പ് റിച്ചാർഡ് അക്കാലമെല്ലാം കഷ്ടപ്പെട്ടു. എന്നാലും തന്റെ അജഗണത്തോടുള്ള യാതൊരു ചുമതലകളും അദ്ദേഹം നിറവേറ്റാതിരുന്നില്ല. അവസാനം മാർപ്പാപ്പ ഇടപെട്ട് രൂപതാ സ്വത്തുക്കൾക്കുള്ള അവകാശം ബിഷപ്പിന് ലഭിച്ചു. അവകാശം ലഭിച്ചപ്പോൾ ഉപവിപ്രവർത്തികൾ വർദ്ധിച്ചു. തന്നെത്താൻ അദ്ദേഹം രോഗികളെ സന്ദർശിക്കുകയും മൃത്യരെ സംസ്കരിക്കുകയും ചെയ്തു പോന്നു. ദരിദ്രരെ തേടിപ്പിടിച്ച് സഹായങ്ങൾ നൽകിക്കൊണ്ടിരുന്നു. ദാനത്തുകകൾ ആദായത്തെക്കാൾ അധികമാകുന്നുവെന്ന് ഗുമസ്തൻ ചൂണ്ടിക്കാണിച്ചപ്പോൾ എന്റെ പാത്രങ്ങളും കുതിരയും വിൽക്കുക എന്നാണ് പ്രതിവചിച്ചത്. സ്വർഗീയമായവയെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പോലെയായിരുന്നു സദാ അദ്ദേഹത്തിന്റെ മുഖം. പ്രാർത്ഥനാ ചൈതന്യത്തിൽ നിന്നുള്ള തീഷ്ണതയോടുകൂടിയാണ് അദ്ദേഹം ദൈവവചനം പ്രസംഗിച്ചിരുന്നത്. നിന്ദനങ്ങളെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ടിരുന്നു. മാർപ്പാപ്പയുടെ ആജ്ഞാപ്രകാരം കുരിശുയുദ്ധത്തിന് സന്നദ്ധഭടന്മാരെ ക്ഷണിച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പനി പിടിച്ച 56-ാമത്തെ വയസ്സിൽ 1253 ഏപ്രിൽ 3 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. 1262 4-ാം ഉർബൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധരെന്ന് നാമകരണം ചെയ്തു. കർത്തവ്യ നിർവഹണത്തിൽ ഇത്രയും ശ്രദ്ധാലുവായിരുന്ന വിശുദ്ധ റിച്ചാർഡ് സ്വാർത്ഥ പ്രതിപത്തിയാണ് നമ്മളെ അലസരാക്കുന്നതെന്ന് എപ്പോഴും പറയുമായിരുന്നു. ആകയാൽ കാര്യം എത്ര നിസ്സാരമായിരുന്നാലും കൃത്യവിലോപം വരാതിരിക്കാൻ ദൃഢവ്രതരായിരിക്കുവാൻ എപ്പോഴും അദ്ദേഹം ആഹ്വാനം ചെയ്യാറുണ്ട്. വിശുദ്ധ റിച്ചാർഡിന്റെ വാക്യം ഇന്ന് നമുക്ക് വിചിന്തനം ചെയ്യാം. ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടതെല്ലാം അവിടുന്ന് തരും. വിശുദ്ധ റിച്ചാർഡെ, ലോകത്തുള്ള എന്തെല്ലാം പ്രതിബന്ധങ്ങൾ വന്നാലും ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരാതിരിക്കുവാൻ പിതാവായ ദൈവത്തോട് നിരന്തരം മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.